എൻ്റെ ലൈഫിൽ സംഘികൾക്ക് ഇങ്ങനെ മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുമില്ല. ഇതുവരെ ഞാൻ അങ്ങനത്തെ വീഡിയോ റിയാക്ഷനും ചെയ്തിട്ടില്ല. നമ്മുടെ തോക്ക് സ്വാമിയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമല്ലോ. ഒരു കാലത്ത് RSSന്റെ ഒരു കട്ട സ്വയം സേവ സംഘകനായിരുന്നു. സംഘപരിവാറിന് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവരായിരുന്നു. തോക്കൊക്കെ എടുത്ത് മാസ്സായിട്ട് സ്റ്റേഷനിലൊക്കെ കയറി വെട്ടിപ്പൊട്ടിച്ചിട്ടുള്ള ഈ ഒരു സ്വാമി ഈ അടുത്ത കാലമായിട്ട് ഇദ്ദേഹം ചെയ്യുന്ന ചില വീഡിയോകൾ കണ്ടാണല്ലോ നമ്മുടെ തന്നെ കിളി പറന്നു പോകും. ഇദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അമ്മാതിരി നല്ല മാസ് മറുപടിയാണ് ഈ സംഘികളെ, അതായത് ഈ പച്ച വർഗീയത കൊണ്ട് കിടക്കുന്ന സമൂഹ വിരുദ്ധന്മാരായിട്ടുള്ള ചില ക്ഷുദ്രജീവികളുണ്ടല്ലോ. സ്വന്തം സമുദായത്തിന് 10 പൈസയുടെ ഗുണവുമില്ല, ശരീരം കൊണ്ടുമില്ല, മനസ്സുകൊണ്ടുമില്ല. പക്ഷേ ഇവനെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് ഈ സമുദായത്തിൻ്റെ ഉള്ളിലേക്ക് പച്ച വർഗീയത കുത്തി നിറയ്ക്കുമ്പോൾ അതേ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള സനാതന മൂല്യങ്ങൾ മുറുകെ പിടിച്ചിട്ടുള്ള ഒരു കറ തീർന്ന സംഖ്യയായിട്ടുള്ള നമ്മുടെ തോക്ക് സ്വാമി ഇവന്മാർ റണ്ണാക്കി കൊടുക്കുന്ന മറുപടി കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയും ഒരു സന്തോഷമാണ് മനസ്സിലുണ്ടാകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടത് കാണുക. കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ തോക്ക് സ്വാമിക്ക് കൈയടിക്കും. തോക്ക് സ്വാമിയൊക്കെ നമ്മളെ നെഞ്ചോട് ചേർത്ത് നിർത്തണം. ഈ രാജ്യത്ത് മതമുള്ളവനും മതമില്ലാത്തവനും രാഷ്ട്രീയമുള്ളവനും രാഷ്ട്രീയമില്ലാത്തവനും ഒക്കെ ഇന്ത്യൻ്റെ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ആ ഭരണഘടനയെ പോലും തകിടം മറിക്കുന്ന തരത്തിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ വിള്ളലുണ്ടാക്കുന്ന ഇവനെപ്പോലുള്ള പുഴുത്ത ജന്മങ്ങൾക്ക് എൻ്റെ സ്വാമി നിങ്ങൾ കൊടുത്ത മറുപടി ഉണ്ടല്ലോ, ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ തന്നെ ആ വീഡിയോ ഒന്ന് കണ്ട് ആസ്വദിച്ച് നിങ്ങൾ കമൻ്റ് ഇടുക. ഇന്നത്തെ നമ്മുടെ ലൈക്കും കമൻറ്റും എല്ലാം നമ്മുടെ പ്രിയപ്പെട്ട തോക്ക് സ്വാമിക്ക് വീഡിയോ ഉണ്ടോളൂ. ഈ ക്രിസ്ത്യാനികളെ പറ്റി വർഗീയത പറയുമ്പോൾ ആദ്യം എടുത്ത് കയ്യിൽ പിടിക്കുന്ന മൊബൈൽ ആരുണ്ടാക്കിയതാണ്? പാച്ചനും ചങ്കരനും വല്ലതും ആണോ? ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ മൊബൈൽ ഫോൺ, ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ ആപ്പ്, ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ മൈക്ക് അല്ലേ? ഇതെല്ലാം എടുത്തു വെച്ച് പിടിച്ചിട്ട് ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ ഷഡ്ഡി ഇട്ടിരുന്നിട്ടാണ് ഈ പറയുന്ന ക്രിസ്ത്യാനികൾക്കെതിരെ സംസാരിക്കുന്നത്. ഉളുപ്പുണ്ടോ? സിമ്പിളായിട്ട് ചോദിച്ചു, ഒരു അല്പമെങ്കിലും ഉളുപ്പുണ്ടോ? ഇതിനകത്ത് വല്ല കോമൺ സെൻസ് ഉണ്ടോ? ഇനി ഒരാശുപത്രിയിൽ ഒരു പ്രശ്നം വന്നാൽ, പെട്ടെന്നൊരു അപകടം പറ്റിയാൽ, ഈ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ വണ്ടിയിൽ, കേരളത്തിൽ ഓടുന്ന വണ്ടികളും ഇന്ത്യയിൽ ഓടുന്ന വണ്ടികളൊക്കെ കണ്ടുപിടിച്ചത് അങ്ങ് ജർമ്മനിയിലും മറ്റ് ക്രിസ്ത്യൻ രാജ്യങ്ങളിലും തന്നെയാണല്ലോ. ക്രിസ്ത്യാനികളുടെ തലയാണല്ലോ ഈ വണ്ടി. നമുക്ക് ഉണ്ടായിരുന്നു കാളവണ്ടി അല്ലേ? അപ്പം നമ്മൾ മറന്നു പോകരുത്. അപ്പം ഈ ക്രിസ്ത്യൻ വർഗീയത പറയുമ്പോൾ അവരുടെ സാധനങ്ങളും കൂടെ ഉപയോഗിക്കുകയാണെന്ന് മറന്നു പോകരുത്. അപ്പം ഈ ക്രിസ്ത്യൻ വണ്ടിയിൽ കയറി ആശുപത്രിയിൽ ചെന്ന് ഈ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ നീഡിലെടുത്ത് മൂട്ടിൽ ഇഞ്ചക്ഷനും വെച്ച്, അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ തരുന്ന മരുന്നും കഴിച്ച്, ഈ പനി വന്നാൽ പോലും കഴിക്കുന്ന പാരസെറ്റാമോള് ആരാ ഉണ്ടാക്കിയത്? ഇവിടുത്തെ വർഗീയ ചാണക പ്രസ്ഥാനങ്ങൾ വല്ലതുമാണോ ഉണ്ടാക്കിയത്? അതും ക്രിസ്ത്യാനികൾ തന്നെയല്ലേ? അപ്പോൾ ഈ ക്രിസ്ത്യാനികളെ കുറ്റം പറയുമ്പോൾ നമ്മൾ എല്ലാം ഉപേക്ഷിക്കണം. നമ്മളിടുന്ന ഷഡ്ഡി പോലും അവരുടെ ഡിസൈനാണ്. അടിച്ചു നോക്കണം. നമുക്ക് പണ്ടുണ്ടായിരുന്നത് കോണകമാണ്. കോണകം ഇട്ടിട്ടല്ലല്ലോ ഈ വർഗീയ വിദ്വാൻമാരൊക്കെ ഈ പ്രസംഗിക്കുന്നത്. പിന്നെ അടുത്തൊരു കാര്യം, ഗുരുവായൂർ എടുക്കൂ, ശബരിമല എടുക്കൂ. അയ്യപ്പനെയും ഗുരുവായൂരപ്പനെയൊക്കെ ഉണർത്താനും ഉറക്കാനും ഊട്ടാനും എല്ലാം ഉപയോഗിക്കുന്നത് യേശുദാസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച്, എന്നാൽ അദ്ദേഹം സനാതനധർമ്മം ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഏറ്റവും നല്ല ഒരു, ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് പോലും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ സാധന ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ ഒരു ക്രിസ്ത്യൻ രൂപത്തിൽ നിന്ന്, ആ ശരീരത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ആ ഗാനം കേട്ടിട്ടാണ് ദേവനെ പോലും ഈ പരിചരിക്കുന്നത് അല്ലേ? ആണോ? എന്നാൽ ആ യേശുദാസിന്റെ ശരീരം ഈ ഇവിടുത്തെ വർഗീയ വിദ്വാൻമാർക്ക് വർഗീയമാണ്. ഇത് ഇവിടുത്തെ ന്യായമാണ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, യേശുദാസിനെ ഗുരുവായൂർ കയറ്റണം. കാരണം അതുപോലുള്ള സാധകർ അതിനകത്ത് കയറണം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്കാക്ഷരത്തിൽ, അഹിന്ദുക്കൾക്ക് പ്രവേശനമല്ല, എന്നാൽ ജന്തുക്കൾക്കൊക്കെ അതിനകത്ത് പ്രവേശിക്കാം. ഹിന്ദു നാമധാരിയായത് എഴുതി സനാതനധർമ്മത്തിന്റെ ഭാഗമാകുമോ? ധർമ്മം പാലിക്കുന്ന എത്ര പേരുണ്ട്? ഇനി നിങ്ങൾക്ക് വർഗീയത നടത്താൻ ഈ കേരളമല്ല ഉചിതമായ സ്ഥലം. ഒരു കാര്യം ഈ വർഗീയവാദികൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് വർഗീയത നടത്താൻ ഉചിതമായ ഇടം ഈ കേരളമല്ല. ഇവിടെ ബഹുസ്വരത നിലനിൽക്കുന്ന ഒരു നാടാണ്. ഈ ആത്മീയതയുടെ അങ്കനവാടി കിടന്ന് കൈകാലിട്ടടിക്കുന്ന ഈ കൃമികൾ ആദ്യം മനസ്സിലാക്കണം. ഇനി ഈ ആത്മീയത എന്താണെന്ന് ഈ ഊളകൾക്ക് എന്തെങ്കിലും അറിയോ? ഈ ഒരു കലയെ പോലും വിമർശിക്കുന്നു. കല ആത്മീയവുമായി ബന്ധപ്പെട്ടതാണ്. ഈ കലയിൽ വർഗീയത കാണുന്നവരെ കണ്ടാൽ കുളിക്കണം. നിങ്ങൾ ഈ ഹിന്ദു സംസ്കാരത്തെ മതമാക്കി ഇതിലൊരു വർഗീയത കൽപ്പിച്ച് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ പൊളിറ്റിക്സ് കളിക്കാനാണ്. ആ പൊളിറ്റിക്സിനെ കേരളത്തിലെന്നല്ല ഈ രാജ്യത്ത് വെച്ച് ഉറപ്പിക്കില്ല. ഈ സംസ്കാരം വേറെ, നിങ്ങളുടെ സംസ്കാരം വേറെ.
അതുപോലെ ഇപ്പോൾ ഈ ക്രിസ്ത്യാനികളിൽ ഇപ്പോൾ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ, ആമേൻ. ഇതിലെവിടെയാണ് വർഗീയതയുള്ളത്? ഇനി അടുത്തത്, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിൽ പോലെ ഭൂമിയിലുമാകണമേ, അന്നുകൊണ്ട് ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയെന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളെ തെറ്റുകളും കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്തുകൊണ്ടെന്നാൽ ഭൂമി, രാജ്യം, ശക്തി, മഹത്വം എന്നേക്കും അങ്ങയുടേതാവുന്നു എന്ന് പറയുന്നതിൽ എവിടെയാണ് വർഗീയതയുള്ളത്? അപ്പോൾ നിങ്ങളുടെ മനസ്സ് വിശാലമല്ല, നിങ്ങളുടെ മനസ്സ് വളരെ നാരോ മൈൻഡഡ് ആണ്. വിശാലമായ മനസ്സിലേക്ക് എത്തൂ, അവിടെയാണ് ആത്മീയതയുടെ അനുഭൂതി അറിയാൻ പറ്റുക. നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ അടുത്ത് കൊണ്ടിഞ്ഞ് പറഞ്ഞ് ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കൊക്കെ തരാനുള്ള മരുന്നുണ്ട്. അതിന് ഞാനിപ്പോൾ കേരളത്തിലല്ല, ഞാൻ കേരളം വിട്ടുപോയി. ഞാനിവിടെ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ കൊഴുപ്പ് അവിടെ കാണിക്കില്ലായിരുന്നു. എന്തായിരുന്നാലും കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കേരളത്തിലെ ജനത മനസ്സിലാക്കേണ്ടത് വിവേകാനന്ദ സ്വാമി പറഞ്ഞ പോലെ കേരളം ഒരു ഭ്രാന്താലയമാണ്. അവിടെ പ്രോപ്പറായിട്ട് മനുഷ്യനായി കാണാനും ധർമ്മം എന്താണെന്ന് പഠിപ്പിക്കാനും ആത്മീയതയിലെ സയൻസ് എന്താണെന്നും അതിനകത്തുള്ള സൂക്ഷ്മ ശരീരത്തെ പറ്റിയും അതുപോലെ തന്നെ നമ്മളുടെ ചക്രാസിനെയും ഓറയിനെ പറ്റിയും നമ്മൾക്കുള്ള ആനന്ദം എങ്ങനെ ഉണ്ടാക്കാമെന്നും നമ്മൾക്ക് എങ്ങനെ ആരോഗ്യം നിലനിർത്താമെന്നും നമ്മളുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള, നമ്മുടെ വെൽനെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രോസസ്സോ ഒരു സ്റ്റഡീസോ കേരളത്തിൽ നടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ യങ് ജനറേഷനോട് ഞാൻ പറയാണ്, നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ചെവി കൊടുക്കരുത്. നിങ്ങൾക്ക് പാട്ട് പാടാം, നിങ്ങൾക്ക് ഡാൻസ് കളിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാം, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്നത് നിങ്ങൾ ചെയ്യുക. പക്ഷെ നിങ്ങൾ സന്തോഷം ഉണ്ടാക്കുമ്പോൾ അത് മറ്റൊരാൾക്കത് ദുഃഖമുണ്ടാവരുത്. നിയമപരമായി, ധാർമ്മികമായി നിങ്ങൾ എൻജോയ് ചെയ്യണം. നിങ്ങളുടെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണ്. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. ഇന്ത്യ ജയിക്കട്ടെ. ഇത് യഥാർത്ഥ ഒരു ഇന്ത്യന് മാത്രമേ ഈ അവസാനത്തെ ജയ് ഹിന്ദ് എന്ന് പറയുന്ന വാക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ സംഖ്യകൾ സാധാരണ പറയുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്? ഭാരത് മാതാ കി ജയ്. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ജയ് ശ്രീറാം വാക്കുകളാണ് ഇവർ പറയുന്നത് അല്ലേ? സത്യം പറയാമല്ലോ, സ്വാമി ഇതുപോലെ മറുപടി കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. മാസം എന്ന് പറഞ്ഞാൽ പോരാ, മാസം എന്ന് പറയാൻ. കാരണം ഇവനെ പോലുള്ള പച്ച വർഗീയത പറയുന്ന വിഷയോളികളുടെയൊക്കെ അണ്ണാക്കി തന്നെ ഇങ്ങനെ പച്ചയ്ക്ക് കൊടുക്കണം. ഇതാണ് മാസ്. കേരളത്തിൽ നമ്മൾ വെറുക്കപ്പെടേണ്ട കുറച്ച് ക്ഷുദ്രജീവികളെ കുറിച്ചിട്ടാണ് നമ്മുടെ സ്വാമി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്നിട്ടുള്ള ഈ ഭജഗോവിന്ദം ഭജൻസ് അവരുടെ ഒരു ഭക്തിഗാനം പാടിയതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കേരളത്തിൽ ഇത്രയധികം ചർച്ചാ വിഷയമായതും. ദേവനെ ഉണർക്കുന്നതും ദേവനെ ഉണർത്തുന്നതും ഒക്കെ ഹരിവരാസനം പോലുള്ള മനോഹരമായിട്ടുള്ള ഭക്തിഗാനങ്ങൾ പാടിയിരിക്കുന്നത് സാക്ഷാൽ നമ്മുടെയൊക്കെ ഗാനഗന്ധർവനായിട്ടുള്ള യേശുദാസാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പാട്ടിട്ടുകൊണ്ട് ഈ നട തുറക്കാനും നട അടയ്ക്കാനും ഇവിടുത്തെ നല്ല ഹൈന്ദവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ക്ഷേത്രങ്ങളായിക്കോട്ടെ, മസ്ജിദുകളായിക്കോട്ടെ, ചർച്ചുകളായിക്കോട്ടെ, ഇവിടങ്ങളിലൊക്കെ ഈ തീവ്രത കൂടിയിട്ടുള്ള ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ആ ദേവാലയങ്ങളുടെ ആ പരിശുദ്ധി ഇവന്മാരായിട്ട് തന്നെ കളയും. അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും കൊള്ളാം. അപ്പം ഈ മൃദു സമീപനമുള്ള നല്ല മനുഷ്യനായി മതിക്കുന്ന ഇവിടുത്തെ ജനങ്ങളെല്ലാവരും സന്തോഷവും സമാധാനമായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം വരാവുള്ളൂ. ഇതുപോലുള്ള പരിപാലനമായിട്ടുള്ള ക്ഷേത്രമായിക്കോട്ടെ, പള്ളി ആയിക്കോട്ടെ, ചർച്ച ആയിക്കോട്ടെ, ഇങ്ങളിലൊക്കെ നല്ല മനുഷ്യരാണ് വരേണ്ടത്. ആ നല്ല മനുഷ്യർ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഈ കേരളത്തിലുണ്ടാകില്ല. എന്താണെങ്കിലും എൻ്റെ പൊന്നുസ്വാമി നെഞ്ചത്തോട്ട് ഞാൻ പറയാണ്, സ്വാമി പൊളിച്ച്, സ്വാമി വേറെ ലെവൽ കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ലൈക്കും കമൻറ്റും എല്ലാം നമ്മുടെ പ്രിയപ്പെട്ട ഭദ്രാനന്ദ തോക്ക് സ്വാമിക്ക് തന്നെ കൊടുക്കുക. അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.